CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ട് നേർച്ചയുടെ പ്രധാന ഭാഗമായ അന്നദാനത്തിന് ആയിരങ്ങളെത്തി. രാവിലെ മുതൽ തന്നെ ഭക്ഷണം വാങ്ങാനായി നിരവധി പേരാണ് എത്തിയത്. ഭക്ഷണം വാങ്ങാൻ എത്തിയവർക്ക് മാർഗനിർദ്ദേശവുമായി തുടർച്ചയായി 22ാം വർഷത്തിലും പെരുമ്പടപ്പ് സ്വദേശി അലി കുന്നംപുള്ളി. പുത്തംപള്ളി ഹോസ്പിറ്റൽ ജീവനക്കാരൻ കൂടിയായ അലി കുന്നംപുള്ളിയാണ് മൈക്കിലൂടെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിളിച്ചറിയിച്ച് ഭക്ഷണം വാങ്ങാനെത്തുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും മാർഗനിർദ്ദേശം നൽകുന്നത്. ചൊവ്വനൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞിച്ചിറക്കലിൽ മത്സ്യവിൽപ്പനക്കാരൻ തമ്മിൽ സംഘർഷം, ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു. പൊന്നാനി സ്വദേശി 55 വയസ്സുള്ള ഷുക്കൂറിനാണ് കുത്തേറ്റത്. ചാവക്കാട് മത്സ്യ സമുദ്ര വൈജ്ഞാനിക കേന്ദ്രം നവംബറിൽ തുടങ്ങാൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ കുഫോസിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ചാവക്കാട് കൂലിത്തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശിയെ ദേഹോപദ്രവമേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മണത്തല ചെങ്കോട്ട സ്വദേശി കുരിക്കലകത്ത് അലവി മകൻ 36 വയസ്സുള്ള ഹാരിസിനെയാണ് ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ KJ ബേബി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വയനാട് ചീങ്ങോട്ടെ നടുവയലിലെ വീടിനോട് ചേർന്ന കളരിയിൽ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചാവക്കാട് കടവരാന്തയിൽ അവശനിലയിൽ കണ്ടെത്തിയ നാടോടി സ്ത്രീ മരിച്ചു. ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന തമിഴ് നാടോടി സ്ത്രീ സെൽവിയാണ് മരിച്ചത്. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനും പുനർപ്രതിഷ്ഠയ്ക്കും വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു. 2025 ഏപ്രിൽ 23 മുതൽ മെയ് 3 നവീകരണ കലശം നടക്കുന്നത്. കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ 2ാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 350 ഹെക്ടർ പാടത്ത് കൃഷിവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക. വിവാഹ ചെലവ് ലഘൂകരിച്ച് സമാഹരിച്ച 2 ലക്ഷം രൂപ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി നവദമ്പതികൾ മാതൃകയായി. വെള്ളാറ്റഞ്ഞൂർ അരീക്കരെ തെക്കേ പുഷ്പകത്ത് അജയ് നാരായണനും ആദൂർ പാലക്കോട്ട് തെക്കുംപ്ര വീട്ടിൽ വിദ്യയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയത്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദൈവാലയത്തിൽ ചെറിയ തിരുനാളിന് കൊടിയേറി. സെപ്റ്റംബർ 8 ചിറളയം സെന്റ് മേരീസ് കപ്പേളയിൽ ആഘോഷിക്കുന്ന പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിനാണ് കൊടിയേറിയത്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം, ശേഷം ഫാദർ തോമസ് പോൾ റമ്പാൻ പെരുന്നാൾ കൊടിയേറ്റം നിർവഹിച്ചു. സെപ്റ്റംബർ 7, 8 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. കടവല്ലൂർ പഞ്ചായത്തിൽ സൗജന്യ ഉദരരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മലയാള മനോരമയും പറവട്ടാണി ജെം ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെയും സഹകരണത്തോടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് നടത്തിയത്. വാഗ കാക്കത്തുരുത്തി നെല്ലുൽപാദക സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ എളവള്ളി കൃഷി ഓഫീസർ രാകേഷ് മുഖ്യാതിഥിയായി. എരുമപ്പെട്ടി പഞ്ചായത്ത് 5ാം വാർഡിൽ കുടുംബശ്രീ JLG മിത്ര കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരെ സഹായിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 1ാം ഘട്ടമായി യൂണിറ്റ് മെമ്പർമാരിൽ നിന്നും സമാഹരിച്ച 1,93,860 രൂപയുടെ സമ്മതപത്രവും ചലാൻ രേഖകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി കുന്നംകുളം സബ് ട്രഷറി ഓഫീസർക്ക് കൈമാറി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവധാര കലാകായിക വേദിയും കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിന് സഹായഹസ്തവുമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വിളവെടുപ്പിനൊരുങ്ങി വാഗ ശ്രീ കാർത്തിനി ക്ഷേത്രത്തിലെ ചെണ്ടുമല്ലി പൂക്കൃഷി. ഓണത്തിന് ഒരു മുറം പൂ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ ലഭിച്ച ചെണ്ടുമല്ലിയാണ് കൃഷി ചെയ്തത്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്നയ്ക്ക് സ്വർണം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പുന്നിയൂർ എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസ പാരന്റ്സ് മീറ്റ് 2024 നടത്തി. പാരന്റ്സ് മീറ്റിംഗിനോടനുബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായി. വെൽഫെയർ പാർട്ടിയുടെ മുഖപത്രമായ ജനപക്ഷം ദ്വൈവാരികയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.